अस्सलामु अलैकुम रहमतुल्लाह। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीका लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु अम्मा बअदु फअऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तकीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़दूबि अलैहिम वलद्दाल्लीन। ഹദ്റത്ത് മസീം അലൈഹിസ്സലാത്തു വസ്സലാം ബൈഅത്തിന്റെ നിബന്ധനകളിൽ 10ാമത്തെ നിബന്ധനയിൽ പറയുന്നത് ആ മഹാത്മാവുമായുള്ള സ്നേഹബന്ധവും ആത്മാർത്ഥതയും ഭൗതികമായ മറ്റൊരു സേവക ഭാവങ്ങളിലും കാണാത്ത വിധമുള്ള ബന്ധമായിരിക്കണമെന്ന് പറയുകയുണ്ടായി. ഈ സ്ഥാനം ആ മഹാത്മാവിന്റെ ബൈഅത്തിൽ വന്നതിനു ശേഷം എന്തുകൊണ്ടാണ് നാം കരസ്ഥമാക്കണമെന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ ആ മഹാത്മാവാണ് ഇക്കാലത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനപ്രകാരം വിശ്വാസത്തെ സുരയ്യയിൽ നിന്നും ഭൂമിയിലേക്ക് കൊണ്ടുവന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പ്രേമിയായത്. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള ബിദ്അത്തുകളെ അകറ്റുകയും അങ്ങനെ ഇസ്ലാമിന്റെ സംശുദ്ധവും പ്രശോഭിതവുമായ അധ്യാപനത്തെ അദ്ദേഹം വീണ്ടും നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ സ്ഥാനമാനം നമുക്ക് മനസ്സിലാക്കി തന്നു. സൃഷ്ടികളെ സൃഷ്ടാവുമായി ബന്ധപ്പെടുത്തി. ഒരു സ്ഥലത്ത് ആ മഹാത്മാവ് പറയുന്നു, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റാതെ ഒരു മനുഷ്യനും തന്നെ അള്ളാഹുവിങ്കിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ലെന്ന കാര്യം എന്റെ സംശുദ്ധവും പരിപാവനവുമായ ജ്ഞാനം കൊണ്ട് ഞാൻ അറിയുന്നു. ഇതുകൂടാതെ പരിപൂർണ ദൈവിക ജ്ഞാനത്തിൽ നിന്നും അവർക്ക് വല്ലതും കരസ്ഥമാക്കാനും സാധ്യമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിപൂർണമായ പിൻപറ്റലിലും ആ മഹാത്മാവിനോടുള്ള സ്നേഹത്തിൽ തന്നെ ലയിപ്പിക്കലുമാണ് ആ മഹാത്മാവിനെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കാരണമാക്കിയത്. അള്ളാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രിയ പ്രേമിയെ തന്നിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാക്കി മാറ്റി അള്ളാഹുവിലേക്ക് എത്തുവാൻ ആ മഹാത്മാവുമായി ബന്ധം സ്ഥാപിക്കണമെന്നും അള്ളാഹു നിബന്ധന വെക്കുകയുണ്ടായി. അള്ളാഹു തആല അദ്ദേഹത്തോട് തന്റെ പ്രേമത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയുണ്ടായി. അത് ആഖിരീങ്ങളെ അവ്വലീങ്ങളുമായി കൂട്ടിച്ചേർക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഈ നടപടിക്രമത്തെക്കുറിച്ച് ആ മഹാത്മാവ് ഒരു സ്ഥലത്ത് പറയുന്നു, മനുഷ്യൻ സത്യഹൃദയത്തോടുകൂടി
അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു അവരെയും സ്നേഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ഭൂതലത്തിൽ അദ്ദേഹത്തിന് സ്വീകാര്യത വ്യാപിക്കുന്നു. ആയിരക്കണക്കിന് മനുഷ്യന് ഹൃദയങ്ങളിൽ അദ്ദേഹത്തോട് ആത്മാർത്ഥമായ സ്നേഹം ഇട്ടുകൊടുക്കുന്നു. ഒരു ആകർഷണ ശക്തി അദ്ദേഹത്തിന് നൽകപ്പെടുന്നു. ഒരു പ്രകാശം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അത് എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കും. ഈ സ്ഥാനം ഇക്കാലത്ത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭിച്ചു. ഇപ്പോൾ ഞാൻ വാഗ്ദത്ത മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ആത്മാർത്ഥ സ്നേഹബന്ധമുള്ള സഹാബാക്കളുടെ ചില സംഭവങ്ങൾ കേൾപ്പിക്കുന്നതാണ്. ഹദ്രത്ത് അള്ളായാർ സാഹിബ് റിവായത്ത് ചെയ്യുന്നു, ഹുസൂറുമായി എന്റെ മുലാഖാത്ത് പലപ്പോഴായി നടന്നിട്ടുണ്ട്. ഹുസൂറിനെ ഞാൻ തടവിക്കൊടുക്കാറുണ്ടായിരുന്നു. ഹുസൂറിന്റെ ഇൽഹാമുകളും പവിത്ര വചനങ്ങളും ഞാൻ കേൾക്കുമായിരുന്നു. സദസ്സിലിരുന്ന് ഇൽഹാമുകൾ കേൾപ്പിക്കും, അത് ഞാൻ കേൾക്കുമായിരുന്നു. ഈ ഒരു കാര്യത്തിനായി ഞാൻ ഖാദിയാനിൽ ഹിജറത്ത് ചെയ്തു വന്നു. ഇവിടെ വന്ന് മരപ്പണിയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. എന്റെ പക്കൽ കുറെ പണമുണ്ടായിരുന്നു, അതെല്ലാം തീർന്നു. ഒന്നും കൈവശം ഇല്ലാതെയായി. അദ്ദേഹം പറയുന്നു, ഒരു ദിവസം ഹൽവ ഉണ്ടാക്കി ഞാൻ വിൽക്കാൻ തുടങ്ങി. ഹുസൂറിന്റെ ബൈത്തുദ്ദുആയുടെ താഴെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, പുതിയ ഹൽവയുണ്ട്. ഹദ്റത്ത് ഉമ്മുൽ മോമിനീൻ എന്റെ ശബ്ദം കേട്ടു, എന്നെ അറിയാമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ठेकेदार എന്ത് ജോലിയാണ് തുടങ്ങിയത്? ഹുസൂർ പറഞ്ഞു, ഈയാമ്പാറ്റകൾ വിളക്കിൽ വന്ന് വീഴുന്നു, അവർക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും? ഇദ്ദേഹം വന്നത് സ്നേഹം കൊണ്ടാണ്, ജീവിക്കാൻ വല്ലതും ചെയ്യണമല്ലോ. ഹദ്റത്ത് ഉമ്മുൽ മോമിനീൻ പറഞ്ഞു, ठेकेदाറാണല്ലോ അദ്ദേഹം. കാരണം അക്കാലത്ത് ठेकेदाറിന്റെ അടുത്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴുതകൾ ഉണ്ടാകാറുണ്ട്. അദ്ദേഹത്തിന് കഴുതയെയും കൊണ്ട് പുറത്തുപോയി ജോലി ചെയ്തു നോക്കിക്കൂടെ? ഹുസൂർ പറഞ്ഞു, അദ്ദേഹത്തിന് കഴുതയൊന്നുമില്ല. അമ്മാജാൻ പറഞ്ഞു, എവിടെയെങ്കിലും ജോലിക്ക് കയറിക്കൂടെ? ഹുസൂർ പറഞ്ഞു, അത്ര വിദ്യാഭ്യാസം അദ്ദേഹത്തിനില്ല. അവരുടെ ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇദ്ദേഹത്തിന് ആശാരിപ്പണിയെ അറിയൂ, അതിൽ അള്ളാഹു ബർക്കത്തിടട്ടെ. അദ്ദേഹം പറയുന്നു, താഴെ ഞാൻ ഈ സംസാരം എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഹുസൂർ എന്നെ വിളിപ്പിച്ചു, ചോദിച്ചു, മരമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇലന്ത മരമുണ്ട്, അരയാലുണ്ട്. പറഞ്ഞു, അതിഥി മന്ദിരത്തിലേക്ക് കട്ടിലിനുള്ള കാലുകൾ വേണം, കാലുകൾ ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പോൾ ഹുസൂറിന്റെ കൂടെ ഉണ്ടായിരുന്ന അധികാരി പറഞ്ഞു, അരയാലിന്റെ കാലുകൾ ദീർഘകാലം നിൽക്കില്ല. ഹുസൂർ പറഞ്ഞു, ആർക്ക് വേണ്ടിയാണോ ഇതുണ്ടാക്കുന്നത് അവനാണ് അരയാൽ ഉണ്ടാക്കിയത്, അത് വെറുതെ ഉണ്ടാക്കിയതല്ല. അങ്ങനെ 20 ജോഡി ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞു. കൂടെയുള്ളവർ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഹുസൂർ പറഞ്ഞു വേണ്ട എന്നൊന്നും പറയാതെ നിർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ സ്നേഹബന്ധം ഇരുഭാഗത്തും ഉണ്ടായിരുന്നു. ഹദ്റത്ത് മലക് ഖാൻ സാഹിബ് റിവായത്ത് ചെയ്യുന്നു, 1902 ഞാൻ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് മർഹൂം റളിയല്ലാഹു തആല അൻഹുവിനോടൊപ്പം ഖാദിയാൻ ദാറുൽ അമാനിൽ വന്നു. ഞങ്ങൾ വന്ന അന്ന് തന്നെ ബയ്യത്ത് ചെയ്തോ അതോ രണ്ടാമത്തെ ദിവസമാണോ എന്നെനിക്ക് ഓർമ്മയില്ല. ളുഹർ നമസ്കാരത്തിന് ശേഷമാണ് ബയ്യത്ത് ഞങ്ങൾ ചെയ്തത് എന്നെനിക്ക് ഉറപ്പാണ്. ഹദ്റത്ത് ഷഹീദ് മർഹൂം റളിയല്ലാഹു തആല അൻഹു ആദ്യം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കയ്യിൽ തന്റെ കൈവച്ചു, രണ്ടാമതായി ഈ വിനീതനും കൈവച്ചു. ബയ്യത്തിന് ശേഷം ഞാൻ 2-3 ദിവസം ഖാദിയാനിൽ താമസിച്ചു. അപ്പോൾ ഷഹീദ് മർഹൂം എന്നോട് പറഞ്ഞു,
ഹോസ്റ്റിലെ ഭരണാധികാരി താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ ഉടനെ തിരിച്ചു പോവുക. അതുകൊണ്ട് 2-3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചുപോയി. എന്റെ കൂടെ ഒരു മുല്ലായും തിരിച്ചു വന്നു. ഷഹീദ് മർഹൂം എപ്പോഴും പറയാറുണ്ടായിരുന്നു, സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാബ് ഷഹീദിന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള പ്രേമത്തെ കുറിച്ചാണ് ഈ സംഭവം പറയുന്നത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഞാൻ എന്നെക്കാളും വലിയ പണ്ഡിതനെ കണ്ടിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ വലിയ ഒരു ഫളലായി ഞാൻ കാണുന്നു. സാഹിബ്സാദ അബ്ദുൽ ലത്തീഫ് സാബ് ഷഹീദ് തന്നെ കുറിച്ച് പറയുന്നു, എന്നെക്കാളും വലിയൊരു പണ്ഡിതനെ ഈ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ ചുംബിക്കുമായിരുന്നു. അദ്ദേഹം വന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബയ്യത്ത് ചെയ്തതിനു ശേഷം പറയുന്നു, ഷഹീദ് മർഹൂം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം ചുംബിക്കുന്നതായി ഞാൻ എന്റെ കണ്ണുകളെ കൊണ്ട് കണ്ടിട്ടുണ്ട്. പറഞ്ഞതുപോലെ ചെയ്യുകയുണ്ടായി. ഹദ്റത്ത് മൗലവി സിക്കന്ദർ അലി സാഹിബ് വിവരിക്കുന്നു, ഒരു ദിവസം കാദിയാനിൽ വന്ന് സ്ഥിരമായി താമസിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. കാലത്ത് ഹുസൂർ നടക്കാനിറങ്ങി, ഞാനും കൂടെ പോയി. സ്ഥിരതാമസത്തിന് മുമ്പ് ഒരു ദിവസം കാദിയാനിൽ വന്നപ്പോഴുള്ള സംഭവമാണ് പറയുന്നത്. ഭീതി ബാങ്കറിനു പകരം ബസ്രാൻവാല എന്ന വഴിയിലൂടെയാണ് ഹുസൂർ നടന്നത്. ആ വഴിയിൽ വെച്ച് പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് അവ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ആരും ദേഷ്യപ്പെടുകയുമില്ല. ഹുക്ക വലിക്കല്, അഫീമ്, കഞ്ചാവ്, ചർസ് തുടങ്ങിയവ, അങ്ങനെയുള്ളവർക്ക് വലിയ വലിയ കാര്യങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? ആ വലിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് സഹോദരന്മാരും മാതാപിതാക്കളും കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാം വെറുക്കുകയും ചെയ്യും. ഉദാഹരണമായി മതപരമായ മാറ്റം, അതായത് അഹമ്മദിയത്ത് സ്വീകരിക്കുക എന്നത് അവർക്ക് എങ്ങനെ സഹിക്കാൻ സാധിക്കും? ഇത് സ്വീകരിക്കുന്നതിന് ശേഷം പല പ്രയാസങ്ങളും സഹിക്കേണ്ടി വരുന്നു. ചെറിയ പ്രയാസങ്ങൾ സഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ എങ്ങനെ സഹിക്കാൻ സാധിക്കും? അദ്ദേഹം പറയുന്നു, ഞാൻ അക്കാലത്ത് പുകവലി വലിക്കാറുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഇനി മുതൽ ഹുക്ക വലിക്കില്ലെന്ന് ഞാൻ ശപഥം ചെയ്തു. അങ്ങനെ ഇതുവരെ എനിക്ക് ഉപേക്ഷിക്കാൻ കഴിയാതിരുന്ന ഹുക്ക എനിക്ക് ഉപേക്ഷിക്കാൻ കഴിഞ്ഞു. ഇത് ആ മഹാത്മാവിനോടുള്ള ആത്മബന്ധമായിരുന്നു. ഈ ഒരു ദുശ്ശീലം ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഹദ്റത്ത് ഷുക്ർ ഇലാഹി സാഹിബ് അഹമ്മദി വിവരിക്കുന്നു, എനിക്ക് 12-13 വയസ്സായിരുന്നപ്പോൾ എനിക്ക് മതവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഗുരുദാസ്പൂരിലെ ഒരു ഹൈസ്കൂളിൽ പ്രൈമറി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മൗലവി അബ്ദുൽ കരീമിന്റെ ഒരു കേസ് നടക്കുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അനുയായികളുമൊത്ത് ഹൈസ്കൂളിന്റെ വടക്ക് ഭാഗത്ത് കുളത്തിനടുത്ത് വന്നു. ഞാൻ സ്കൂൾ ഉപേക്ഷിച്ച് ഹുസൂറിന്റെ അടുത്ത് വന്ന് നിൽക്കും. ഹുസൂറിന്റെ മുഖകമലം കണ്ടു നിൽക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രേമി, അദ്ദേഹത്തിന്റെ പേര് കുട്ടിയായതുകൊണ്ട് എനിക്കറിയില്ല, അദ്ദേഹം തന്റെ വലതു കൈയിൽ വലിയ വിശറി പിടിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അത് വീശിക്കൊണ്ടിരിക്കും. കുറെ നേരം ഞാൻ നോക്കിയിരുന്നു. അതേ കയ്യിൽ തന്നെയാണ് വിശറി പിടിച്ചിട്ടുള്ളത്. അത് വീശിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്ര നേരം ഇത്രയും ശക്തിയായി വീശിയിട്ടും അദ്ദേഹം ക്ഷീണിക്കാത്തതായി ഞാൻ അത്ഭുതത്തോടെ നോക്കി. വീശുന്ന ശക്തി കരണ്ട് ശക്തമായി കറങ്ങുന്നത് പോലെയായിരുന്നു. നല്ല ഉഷ്ണക്കാലമായിരുന്നു. ഇടക്കിടക്ക് അവിടെ ഹുസൂർ വരുമായിരുന്നു. ആ വ്യക്തിയെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇത്ര വലിയ വിശറി പകൽ മുഴുവനും ഒരേ കൈകൊണ്ട് വീശുകയോ? അത്ഭുതം തന്നെ. അദ്ദേഹം വഖ്തത്ത് മസീഹിന്റെ യഥാർത്ഥ പ്രേമിയാണെന്ന് ഇപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഹദ്റത്ത് മദദ് ഖാൻ സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ എനിക്ക് എന്റെ നാട്ടിൽ റമദാൻ മാസത്തിൽ കാദിയാനിൽ പോയി നോമ്പെടുക്കാം എന്ന ആഗ്രഹം ഉദിക്കുകയുണ്ടായി. ഈദ് നമസ്കാരം ഇവിടെ തന്നെ അനുഷ്ഠിച്ച് തിരിച്ചു നാട്ടിലേക്ക് വരാം എന്നും കരുതി. അക്കാലത്ത് സൈന്യത്തിൽ ഞാൻ ചേർന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ജൂനിയർ കമ്മീഷണറുടെ ഒരു റാങ്ക് സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ജോലി പ്രവേശിക്കുന്നതിന് മുമ്പ് കാദിയാനിൽ പോയി വരാം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ എനിക്ക് ഹുസൂറിന്റെ അനുഗ്രഹീത മുഖം ദർശിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്നതാണ്. ഒരു പ്രാവശ്യം കൂടി തിരു കൈകളിൽ ബയ്യത്ത് ചെയ്യുകയും ചെയ്യാം.
കാരണം എന്റെ ആദ്യത്തെ ബയ്യത്ത് 1895-96 കാലഘട്ടത്തിലായിരുന്നു ചെയ്തത്. തപാൽ വഴിയാണ് അന്ന് ഞാൻ ബയ്യത്ത് ചെയ്തത്. എനിക്ക് ഖാദിയാനിൽ വരാനുള്ള ആദ്യത്തെ അവസരവുമായിരുന്നു അത്. ഇപ്രാവശ്യം എന്തു തന്നെയായാലും ഹുസൂറിന് ഒന്ന് ദർശനം നടത്തിയിട്ട് തന്നെ കാര്യമെന്ന് ഞാൻ ഉറപ്പിച്ചു. ജോലിക്ക് കയറിയാൽ പിന്നീട് ഹുസൂറിനെ കാണാനുള്ള ഭാഗ്യം കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ആദ്യം ഖാദിയാനിൽ പോയി ഹുസൂറിനെ കണ്ടുവരാം എന്ന് ഉറപ്പിച്ചു. അവിടെ നിന്ന് വന്നതിന് ശേഷം തന്റെ ജോലിക്ക് പോവുകയും ചെയ്യാം എന്ന് കരുതി. ഞാൻ ഖാദിയാനിൽ എത്തി. ഹുസൂറിന്റെ അനുഗ്രഹീത മുഖം കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഞൊടിയുടെ ഒരു ആശയം വന്നു. എനിക്ക് കാശ്മീർ മുഴുവൻ ലഭിച്ചാലും അദ്ദേഹത്തെ വിട്ട് ഖാദിയാനിന് പുറത്ത് ഞാൻ പോകുന്ന പ്രശ്നമില്ല. അദ്ദേഹത്തോടുള്ള ആ ആകർഷണ ശക്തിയായിരുന്നു എനിക്ക് പുറത്തു പോകാൻ കഴിയാതിരുന്നത്. എനിക്ക് അനുഗ്രഹീത മുഖകമലം കണ്ടിട്ട് പുറത്തു പോവുക എന്നത് അസാധ്യമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ദർശനം സാധിച്ചപ്പോൾ ഞാൻ സർവ്വതും മറന്നു. എന്റെ മനസ്സിൽ പല ചിന്തകളും വരാൻ തുടങ്ങി. പുറത്ത് നിനക്ക് 1000 രൂപ ശമ്പളം ലഭിച്ചാലും എന്താണ് പ്രയോജനം? നീ പുറത്തു പോയാൽ ഈ പ്രകാശപൂർണമായ മുഖം എവിടെ ദർശിക്കാൻ സാധിക്കും? ഈ ചിന്ത വന്നപ്പോൾ എന്റെ നാട്ടിലേക്കുള്ള തിരിച്ചുപോക്ക് ഞാൻ ഉപേക്ഷിച്ചു. ഇന്നോ നാളെയോ എന്റെ മരണം വന്നാൽ ഹുസൂർ എന്റെ ജനാസ നിശ്ചയമായി നമസ്കരിക്കുന്നതാണ് എന്നും ഇത് മുഖേന എന്റെ കാര്യങ്ങളെല്ലാം നേടാൻ സാധിക്കും എന്ന് ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടി. അള്ളാഹു തൃപ്തിപ്പെടുകയും ചെയ്യും. അങ്ങനെ ഖാദിയാനിൽ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇവിടെ നിത്യവും ചെയ്തിരുന്നത് ഇതായിരുന്നു. എന്നും ഒരു കത്ത് ദുആക്ക് വേണ്ടി എഴുതി ഹുസൂറിന്റെ അടുക്കൽ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തയക്കും. ഹുസൂർ ഇത് കണ്ട് ദേഷ്യപ്പെടുമോ എന്നെനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനാണെന്ന് ചിന്തിക്കുമോ എന്നും ഞാൻ ചിന്തിച്ചുപോയി. എന്നാൽ എന്റെ ഈ ചിന്തയെല്ലാം തികച്ചും തെറ്റായിരുന്നു. കാരണം ഒരു ദിവസം എഴുത്തു മുഖേന മറുപടി നൽകിക്കൊണ്ട് ഹുസൂർ പറഞ്ഞു, താങ്കൾ തുടങ്ങിവെച്ച ഈ പ്രവൃത്തി വളരെ നല്ലതാണ്. എന്നെ എപ്പോഴും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് കാരണം ഞാൻ താങ്കൾക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഹദ്രത്ത് മൗലവി ജമാലുദ്ദീൻ സാഹിബിന്റെ മകൻ മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിവരിക്കുന്നു, 20ാമത്തെ വയസ്സിൽ ഗുരുദാസ്പൂരിൽ കരംദീൻ ജഹ്ലമിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം എന്റെ ഗ്രാമത്തിൽ നിന്നും ഞാൻ അവിടെ എത്തി. ഒരു ബംഗ്ലാവിൽ ഹുസൂർ താമസിക്കുകയായിരുന്നു. നല്ല ചൂടുള്ള ദിവസമായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു റൂമിലിരിക്കുകയായിരുന്നു. എന്റെ പിതാവ് മിയാ ജമാലുദ്ദീൻ സാഹിബ്, മിയാ ഇമാമുദ്ദീൻ സാഹിബ്, ഇർഫാനി ചൗധരി, അബ്ദുൽ അസീസ് സാഹിബ് മർഹൂം എന്നിവർ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ചെന്ന് വിശറിയെടുത്ത് ഹുസൂറിന് വീശിക്കൊടുത്തു. ഹുസൂർ എന്നെ ഒന്ന് നോക്കി. എന്നിട്ട് എന്റെ പിതാവ് മിയാ ജമാലുദ്ദീൻ സാഹിബിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിയാ ഇസ്മായിൽ ഇവിടെ വന്ന് പ്രതിഫലത്തിൽ പങ്കാളിയായിരിക്കുന്നു. ഈ ചെറിയ സേവനത്തിൽ പോലും ഹുസൂർ പ്രകടിപ്പിച്ച സന്തോഷം എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുമ്പോഴും ശരീരത്തിനാകെ ഒരു കുളിർമ അനുഭവപ്പെടുന്നു. ഹദ്രത്ത് ഷെയ്ഖ് അസ്ഗർ അലി സാഹിബ് വിവരിക്കുന്നു, പൊതുവിൽ ഹദ്രത്ത് അഖ്ദസ് അലൈഹിസ്സലാമിനോട് പുറമേ നിന്ന് വന്നവർ തിരിച്ചുപോകാൻ അനുവാദം ചോദിച്ചാൽ വീണ്ടും വീണ്ടും ഇവിടെ വരണമെന്ന് ഉപദേശിക്കുമായിരുന്നു. ചിലപ്പോൾ പറയും, കുറച്ചുകൂടി ഇവിടെ നിന്നാലും ഇവിടെ കുറച്ചു കാലം കൂടി താമസിക്കാൻ കഴിയുമെന്ന് ഹുസൂർ മനസ്സിലാക്കിയവരോടാണ് ഇത് പറയാറുള്ളത്. എല്ലാവരോടും പറയാറില്ല, നിൽക്കാൻ കഴിയുന്നവരോടാണ് പറയാറുള്ളത്. ചുരുക്കത്തിൽ ഹുസൂറിൽ നിന്നും വിടറഞ്ഞു പോവുക എന്നത് സുഹൃത്തുക്കൾക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പേ കൈകൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും കൈകൊടുത്ത് അനുവാദം വാങ്ങിയാണ് അവിടെ നിന്നും തിരിച്ചു പോയിരുന്നത്. കൈകൊടുത്ത് അനുവാദം വാങ്ങാതെ ആരും പോയിട്ടില്ല എന്നതാണ് എന്റെ അറിവ്. അതിന് എത്ര തന്നെ കാത്തിരിക്കേണ്ടി വന്നാലും അത് ചെയ്തിരുന്നു. ചിലർ കൈകൊടുക്കാൻ കുറെ നേരം കാത്തിരിക്കും. അങ്ങനെ പുറപ്പെടാൻ കുറെ വൈകിയിരിക്കും. വണ്ടിയുടെ സമയത്ത് സ്റ്റേഷനിൽ എത്തുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടാവില്ല. എന്നാൽ ഹുസൂറിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ പ്രവർത്തന ഫലമായി പലപ്പോഴും വണ്ടി വൈകി ബട്ടാലയിലെത്തും. അങ്ങനെ അവർ സുഖമായി വണ്ടിയിൽ യാത്ര തുടരും.
അദ്ദേഹം തന്റെ ഒരു സംഭവം വിവരിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ വളരെ വൈകിയാണ് അന്ന് പുറപ്പെട്ടത്. കുതിരവണ്ടി പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ഞങ്ങൾ കുറച്ച് സഹോദരന്മാരാണ് ഉണ്ടായിരുന്നത്. കാൽനടയായി പോയി 6 മണിക്കാണ് ബട്ടാലയിൽ വണ്ടി എത്തേണ്ടത്. അതിൽ യാത്ര ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ സമയം വളരെ കുറവായിരുന്നു. ഞങ്ങൾ ദുആ ചെയ്തുകൊണ്ടിരുന്നു. വേഗത്തിൽ നടന്നു. കുറച്ചു ദൂരം ഓടുകയും ചെയ്തു. അള്ളാഹു ഞങ്ങൾക്ക് മനക്കരുത്ത് തന്നിരുന്നു. അവിടെ എത്തിയപ്പോൾ വണ്ടി എത്തിയിട്ടില്ല എന്നറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി വന്നു. ഞങ്ങൾ സുഖമായി യാത്ര ചെയ്തു. ഇത് തികച്ചും ഹുസൂറിന്റെ ആത്മശ്രദ്ധ ഒന്നുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. ഹദ്റത്ത് മുഹമ്മദ് ഹുസൈൻ സാഹിബിൻ മർഹമെ ഈസായുടെ മകൻ ഹദ്റത്ത് മാസ്റ്റർ നസീർ ഹുസൈൻ സാഹിബ് പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഇരിക്കുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചാൽ, അല്ലെങ്കിൽ ഹുസൂറിന്റെ പ്രസംഗം ശ്രമിച്ചാൽ, ഞാൻ എപ്പോഴും എന്റെ കൈവശം വെക്കുന്ന കടലാസും പെൻസിലും എടുത്ത് ഹുസൂർ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് ഉടനെ പ്രാവർത്തികമാക്കേണ്ടതും എന്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടതുമായ കാര്യം കേട്ടാൽ ഉടനെ ഞാനത് എഴുതി വെക്കുമായിരുന്നു. ഹദ്റത്ത് അല്ലാദത്ത സാഹിബ് ഹെഡ് മാസ്റ്റർ പറയുന്നു, 1901 1902 ഒരു നവാസ് സാഹിബ് തന്റെ പരിവാരങ്ങളോടൊപ്പം ചികിത്സക്കായി കാദിയാനിൽ വന്നു. ഖലീഫത്തുൽ മസീഹ് അവലിന്റെ അടുത്ത്. ഞാൻ ഹദ്റത്ത് ഖലീഫ അവലിന്റെ അടുത്ത് ഉള്ളപ്പോൾ നവാസ് സാഹിബിന്റെ 2 ജോലിക്കാർ, ഒരു മുസ്ലിമും ഒരു സിഖുകാരനും അവിടെ വന്നു. എന്നിട്ട് പറഞ്ഞു, നവാബ് സാഹിബിന്റെ നാട്ടിൽ വൈസ്രോയി വരുന്നുണ്ട്. താങ്കൾക്ക് അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് നവാബ് സാഹിബിന്റെ കൂടെ മൗലാന സാഹിബ് കുറച്ചു ദിവസത്തേക്ക് വരണം എന്നതാണ് നവാബിന്റെ ആഗ്രഹം. ഖലീഫ അവൽ പറഞ്ഞു, മൗലാന നൂറുദ്ദീൻ സാഹിബ് പറഞ്ഞു, ഞാൻ എന്റെ ഉടമസ്ഥനല്ല, എനിക്കൊരു യജമാനനുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. ലുഹർ നമസ്കാരത്തിന്റെ സമയമായപ്പോൾ ഈ ജോലിക്കാർ അള്ളാഹുവിന്റെ പ്രവാചകനോട് ഈ കാര്യം പറഞ്ഞു. ഹുസൂർ പറഞ്ഞു, ഞാൻ മൗലവി സാഹിബിനോട് തീയിൽ ചാടാൻ പറഞ്ഞാൽ അത് അദ്ദേഹം ചെയ്യും എന്നതിൽ എനിക്കൊട്ടും സംശയമില്ല. വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ നിഷേധിക്കുകയില്ല. എന്നാൽ അദ്ദേഹത്തെ കൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നുണ്ട്. ഒരു ഭൗതിക വ്യക്തിക്കായി അനുഗ്രഹങ്ങളെല്ലാം നിർത്തലാക്കാൻ നമ്മോട് പറ്റില്ല. നവാസ് സാഹിബിന് ജീവനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചികിത്സിക്കുക. വൈസ്രോയി വരുന്നത് കൊണ്ട് പോകേണ്ട കാര്യമെന്ത്? ഇവിടെ പാവങ്ങൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പാവങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. ആ ദിവസം ഖലീഫത്തുൽ മസീഹ് അവലിന്റെ മറുപടി, അതായത് ഒന്ന്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ തീയിലിട്ടാലും വെള്ളത്തിലിട്ടാലും ഒന്നും അദ്ദേഹം നിഷേധിക്കില്ല എന്ന് പറയുകയുണ്ടായി. ഹദ്റത്ത് ഖലീഫ അവൽ ഇതിന് മറുപടി പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രകടിപ്പിച്ച ഈ ശുഭപ്രതീക്ഷയ്ക്ക് അന്ന് വൈകുന്നേരം ഖലീഫ അവൽ പ്രതികരിച്ചത് ഇപ്രകാരമാണ്. അന്ന് അസ്ർ നമസ്കാരത്തിന് ശേഷം ഖുർആൻ ദർസിൽ മൗലവി സാഹിബ് പറഞ്ഞു, ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. സന്തോഷം കൊണ്ട് എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. എനിക്കൊരു യജമാനനുണ്ട്. എന്നോട് തൃപ്തിയായാൽ മതിയായിരുന്നു എന്നാണ് എപ്പോഴും ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് നോക്കുക എന്തുമാത്രം സന്തോഷത്തിന്റെ സുദിനമാണെന്ന്. എന്നെ കുറിച്ച് പറഞ്ഞത്, ഞാൻ നൂറുദ്ദീനെ അഗ്നിയിൽ പിടിച്ചിട്ടാലും ഒരിക്കലും നിഷേധിക്കില്ല, വെള്ളത്തിൽ പിടിച്ചിട്ടാലും നിഷേധിക്കില്ല. ഹദ്റത്ത് മാസ്റ്റർ ഗോദാരെ ഖാൻ സാഹിബ് വിവരിക്കുന്നു, അല്ലാദത്ത സാഹിബ് റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ കാദിയാൻ ദാറുർ റഹ്മത്ത്. അദ്ദേഹം ഗുജറാംവാലയിൽ കില്ല ദീദാർ സിംഗ് സ്കൂൾ നായിബ് മുദർരിസ് ആയിരുന്നപ്പോൾ എന്നോട് വിവരിച്ചു, ഒരിക്കൽ കാദിയാനിൽ ഞാൻ പോയിരുന്നു. മസ്ജിദ് മുബാറക്കിൽ ഹുസൂർ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഹദ്റത്ത് മൗലവി നൂറുദ്ദീൻ സാഹിബും അവിടെ ഉണ്ടായിരുന്നു. ഹുസൂർ അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മൗലവി ഹക്കീം നൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ വ്യക്തി എന്റെ ശരിക്കും പ്രേമിക്കുന്ന വ്യക്തിയാണ്. അതിനുശേഷം മസ്ജിദിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കവലയിൽ നിന്ന് മൗലവി സാഹിബ് പറഞ്ഞു, ആരാണോ തന്റെ പ്രേമഭാചനം പറയുന്നത് ഇത് എന്റെ പ്രേമിയാണെന്ന്.
അദ്ദേഹത്തിന് ഇനി മറ്റെന്താണ് വേണ്ടത്? ഹദ്രത്ത് ഉമർ ബക്ഷ് സാഹിബിന്റെ മകൻ ഹദ്രത്ത് മൗലാ ബക്ഷ് സാഹിബ് വിവരിക്കുന്നു, ഞാൻ ഒരിക്കൽ ഖാദിയാനിൽ വന്നിരുന്നു. അവധിയുടെ 3 ദിവസം ബാക്കിയുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോകാൻ അനുവാദം വാങ്ങി. അടിച്ചുവാരുന്നവർ താമസിച്ചിരുന്ന പ്രദേശത്തുകൂടെ നടന്ന് ബട്ടാലേക്കുള്ള വഴിയിലെത്തി. മുമ്പോട്ട് പോകാൻ തീരെ മനസ്സ് വരുന്നില്ല. അവിടെ വയലിലിരുന്നു പൊട്ടി കരയാൻ, തേങ്ങി കരയാൻ തുടങ്ങി. തിരിച്ചു ഖാദിയാനിലേക്ക് വന്നു. തിരിച്ചു പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. അസ്വസ്ഥനായിരുന്നു. അവിടെ നിന്ന് പിന്നീട് തിരിച്ചു ഖാദിയാനിലേക്ക് വന്നു. അവധി കഴിഞ്ഞപ്പോൾ തിരിച്ചുപോയി. ഉസുവിനോടുള്ള സ്നേഹം കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. ഹദ്രത്ത് മൗലവി മുഹിബുർ റഹ്മാൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ പിതാവിനോടൊപ്പം 1899 ഖാദിയാനിൽ പോയി. ബട്ടാലയിൽ നിന്നും കുതിരവണ്ടിയിൽ യാത്ര ചെയ്ത് ഖാദിയാനിലെത്തി. മൻമാൻ ഖാനയുടെ വാതിൽക്കൽ കുതിരവണ്ടി എത്തിയപ്പോൾ ഉപ്പ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അകത്തേക്ക് ഓടിപ്പോയി. വണ്ടിക്കാരൻ സാധനങ്ങൾ പുറത്തുവെച്ചു. ഞാനാണെങ്കിൽ അന്തം വിട്ടു നിൽക്കുകയാണ്. ഉപ്പ എന്തുകൊണ്ടാണ് തന്റെ രീതിക്ക് വിരുദ്ധമായി ചാടി ഇറങ്ങി ഓടിയത്? കുറച്ചു കഴിഞ്ഞപ്പോൾ ഹാഫിസ് ആമിദ് അലി സാഹിബ് പുറത്തു വന്നു. എന്നോട് ചോദിച്ചു, മിയാൻ അബീബുർ റഹ്മാൻ സാഹിബിന്റെ സാധനങ്ങളാണോ ഇത്? ഞാൻ അതെ എന്ന് പറഞ്ഞു. അങ്ങനെ സാധനവും എടുത്ത് എന്നെയും കൂട്ടി മമൻ ഖാനയിൽ കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉപ്പ തിരിച്ചു വന്നു. അടുത്ത ദിവസം കാലത്ത് സുബഹി നമസ്കാരത്തിന് ശേഷം പിതാവ് എന്നെയും കൂട്ടി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ ചെന്നു. റൂമിന്റെ വാതിൽക്കൽ എത്തിയപ്പോൾ ഉസുർ കതക് തുറന്നു. ഞങ്ങൾ അകത്ത് പ്രവേശിച്ചു. ബൈത്തുൽ ഫിക്രിനോട് ചേർന്ന് നിൽക്കുന്ന റൂമാണത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കസേരയിൽ ഇരിക്കുന്നു. കുറെ പുസ്തകങ്ങൾ ഉള്ള ഒരു മേശ അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അടുത്തുള്ള ഒരു കട്ടിലിൽ ഇരുന്നു. ഉപ്പ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി കുറെ നേരം സംസാരിച്ചു. എന്നിട്ട് ഉപ്പ പറഞ്ഞു, മുഹിബുർ റഹ്മാനെ ബയ്യത്ത് ചെയ്യിപ്പിക്കാനാണ് ഞാൻ കൊണ്ടുവന്നത്. ഹുസൂർ പറഞ്ഞു, അവന്റെ ബയ്യത്ത് ആയിട്ടുണ്ടല്ലോ. പിതാവ് ചെയ്തതുകൊണ്ട് അതല്ലെങ്കിൽ ജന്മന ആയിരിക്കും. പിതാവ് ചെയ്തപ്പോൾ കുട്ടികളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഉപ്പ പറഞ്ഞു, ബയ്യത്ത് ചെയ്താൽ ദുആയിൽ പങ്കെടുക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഹുസൂർ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം ബയ്യത്ത് വാങ്ങാം. അന്ന് മഗ്രിബിന് ശേഷം ഞാൻ മറ്റു പലരെയുമൊപ്പം ബയ്യത്ത് ചെയ്തു. ബയ്യത്ത് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനുണ്ടായ ചിന്താഗതി പറയുകയാണ്, ഞങ്ങൾ എത്തിയ ദിവസം വണ്ടിയിൽ നിന്നും ഉപ്പ ഇറങ്ങി ഓടിയിരുന്നത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാനായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. ആ സ്നേഹമാണ് അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നത്. ഉടനെ തന്നെ ഹുസൂറിന്റെ സമക്ഷം ഹാജരായി. ഉപ്പ ഖാദിയാനിൽ എത്തിയാൽ ആദ്യം ഹുസൂറിന്റെ സമക്ഷം ഹാജരാകും. അതോടൊപ്പം കാലത്ത് സുബഹിക്ക് ശേഷം ഒറ്റക്ക് പോയി കാണുകയും ചെയ്യുമായിരുന്നു. ഇത് ഉപ്പയുടെ ശീലമായി മാറി. ഹദ്രത്ത് ആജി മുഹമ്മദ് മൂസ സാഹിബ് വിവരിക്കുന്നു, ഒരിക്കൽ എന്റെ മകൻ അബ്ദുൽ മജീദ് 4 വയസ്സ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തനിക്ക് കെട്ടിപ്പിടിച്ച് മുലാഖാത്ത് നടത്തണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. മഗ്രിബ് മുതൽ സുബഹി വരെ ഈ പിടിവാശി തന്നെയായിരുന്നു. രാത്രി ഞങ്ങളെ വളരെ പ്രയാസപ്പെടുത്തി. കാലത്ത് ആദ്യ വണ്ടിയിൽ തന്നെ അവനുമായി ബട്ടാലയിലെത്തി. അവിടെ നിന്ന് കുതിരവണ്ടിയിൽ ഞങ്ങൾ ഖാദിയാനിലെത്തി. എത്തിയ ഉടനെ ഹുസൂറിന്റെ അടുത്ത് ഇപ്രകാരം സന്ദേശം അയച്ചു, അബ്ദുൽ മജീദ് താങ്കളെ കെട്ടിപ്പിടിച്ച് മുലാഖാത്ത് നടത്താൻ ആഗ്രഹിക്കുന്നു. ചെറിയ കുട്ടിയായിരുന്നു അവൻ, 4 വയസ്സായിരുന്നു പ്രായം. ഹുസൂർ അപ്പോൾ തന്നെ പുറത്തേക്ക് വന്നു. അബ്ദുൽ മജീദ് അദ്ദേഹത്തിന്റെ കാലുകൾ കെട്ടിപ്പിടിച്ചു. അങ്ങനെ അവൻ മുലാഖാത്ത് നടത്തി. എന്നിട്ട് കുട്ടി പറഞ്ഞു, ഇപ്പോഴാണ് ശാന്തമായത്. ഹദ്രത്ത് മിയാ അബ്ദുൽ ഗഫാർ സാഹിബ് ജലാൻ വിവരിക്കുന്നു, ഒരിക്കൽ ഹദ്രത്ത് സാഹിബ് ഗോവണിയിലൂടെ പുറത്തു വന്നു. അഹമ്മദിയ കവലയിൽ വന്നു നിന്നു. ഹുസൂർ അപ്പോൾ തന്റെ ഊന്നുവടിയിൽ ചാരി നിൽക്കുകയായിരുന്നു. എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്.
അതിർത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിന്റെ മരുന്നുകടയിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഉസൂറിനെ കണ്ട് എന്റെ ഉപ്പയോട് പറഞ്ഞു, ബാബാ ഹദ്റത്ത് സാഹിബ് ഇതാ വന്നിട്ടുണ്ട്. ഉപ്പ പറഞ്ഞു, ഉച്ചത്തിൽ പറയല്ലേ, ജനങ്ങൾ ഇത് കേട്ട് ഓടി വരും. അങ്ങനെ ആളുകൾ തടിച്ചു കൂടി കഴിഞ്ഞാൽ ഉസൂറിന്റെ വാക്കുകൾ കേൾക്കാൻ നമുക്ക് കഴിയാതെ വരും. ഇതും സ്നേഹപ്രകടനമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും തന്റെയും ഇടയിൽ മറ്റാരും ഉണ്ടാവരുത് എന്ന ആഗ്രഹം. കൂടുതൽ ആളുകൾ ഒരുമിച്ച് കൂടിയാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉടനെ ഞങ്ങൾ എഴുന്നേറ്റ് ഉസൂറിന് കൈകൊടുത്തു. ഹദ്റത്ത് സാഹിബ് എന്റെ ഉപ്പയോട് പറഞ്ഞു, മിയാ ഗുലാം റസൂൽ, അമൃത്സറിലെ വർത്തമാനം എന്താണെന്ന് പറയൂ. ഉപ്പ പറഞ്ഞു, ഹുസൂർ, ജനങ്ങൾ ഇടക്ക് വന്ന് മറ്റു കാര്യങ്ങൾ പറയും. ഞാൻ പറയുമ്പോൾ മറ്റുള്ളവർ വന്ന് മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ എന്റെ കാര്യം പാതി വഴിയിൽ നിലനിൽക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ കാര്യം കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ. മൊഹല്ല ദാറുൽ അൻവാറിലേക്ക് ഹുസൂർ നടക്കുകയായിരുന്നു. ഹദ്റത്ത് സാഹിബിന്റെ ബംഗ്ലാവ് ഉള്ള സ്ഥലത്തെത്തിയപ്പോൾ ഖാജ കമാലുദ്ദീൻ സാഹിബിന്റെ അമ്മോശൻ ഖലീഫ റജബുദ്ദീൻ സാഹിബ് കാശ്മീരി ഭാഷയിൽ എന്നോട് പറഞ്ഞു, ഒന്ന് മിണ്ടാതിരി, ഞങ്ങൾക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹുസൂർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്ന് മിയാ ഗുലാം റസൂലിന്റെ സംസാരം മാത്രമായിരിക്കും ഉണ്ടാവുക, മറ്റാരും പറയരുത്. അവിടെയുള്ള മുല്ലാക്കളുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ഉപ്പ പറഞ്ഞതായി എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഹുസൂറിനോട് അമൃത്സറിലെ ഒരു മുല്ലയെ കുറിച്ച് പറയുകയായിരുന്നു. ആ മുല്ല എന്നോട് പറഞ്ഞു, നീ മിർസ സാഹിബിനെ വിട്ടാൽ കുറെ പണം നിങ്ങൾക്ക് നൽകുന്നതാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, ഇന്ന കച്ചവടക്കാരൻ ഒരു സ്ത്രീയെ വെച്ചിട്ടുണ്ട്. ആ സ്ത്രീയെ അയാൾക്ക് വിടാൻ പറ്റില്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ നബിയെ എങ്ങനെ കൈവിടാനാണ്? ഭൗതികരായവർ തങ്ങളുടെ ഭൗതിക സ്നേഹത്തിന്റെ പേരിൽ ഇരുലോകവും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കാരണം നശിപ്പിക്കുന്നു, ദുഷ്പേരിന് കാരണമാകുകയും ചെയ്യുന്നു. ഞാൻ അള്ളാഹുവിനോടുള്ള സ്നേഹം കാരണം അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള ബന്ധത്തിൽ തന്നെ ബന്ധനസ്ഥാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ എനിക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിക്കും? ഇത് കാരണമാണ് എന്റെ ദുനിയാവും ആഖിറത്തും ശരിയായി തീരുക. അതിൽ ഷേഖ് സൈനുൽ ആബിദീൻ സാഹിബ് വിവരിക്കുന്നു, എന്റെ സഹോദരൻ മെഹർ അലി സാഹിബ് 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. രോഗിയായി 6 മാസം വരെ വയറിളക്കുന്നു തന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരുന്നു. സുഖം പ്രാപിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചപ്പോൾ ഞാൻ അവനെ കാദിയാനിലേക്ക് കൊണ്ടുപോയി. ഹുസൂറിന് ഞാൻ ഇവിടെ ഒരു കുട്ടിയുടെ ജനാസ നമസ്കരിപ്പിക്കും എന്ന് ഇൽഹാമുണ്ടായിരുന്നു. ഹുസൂർ മനസ്സിലാക്കിയിരുന്നത് തന്നെ ഏതെങ്കിലും മകനെ കുറിച്ചായിരിക്കുമെന്നാണ്. എന്നാൽ മെഹർ അലിയെ ഇവിടെ കൊണ്ടുവന്നപ്പോൾ 1.5 മാസം ഹുസൂർ അവനെ ചികിത്സിച്ചു. കുറച്ചൊക്കെ ശരിയായി. എന്നാൽ ഈ കുട്ടിയെ രക്ഷപ്പെടില്ലെന്ന് ഹുസൂറിന് ഇൽഹാമുണ്ടായി. അപ്പോൾ ഹുസൂർ ഹാഫിസ് ഹമീദ് അലി സാഹിബിനോട് പറഞ്ഞു, ഈ കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക, അവൻ രക്ഷപ്പെടില്ല. ഇവിടെ വെച്ച് വഫാത്തായാൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പല്ലക്ക് തയ്യാറാക്കി. പല്ലക്കിൽ അവനെ ഇരുത്തി ബസാർ വരെ എത്തി. അവൻ പറഞ്ഞു, ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. 12-13 വയസ്സുള്ള കുട്ടിയായിരുന്നു. മരിക്കുകയാണെങ്കിൽ ഇവിടെ വെച്ച് മരിക്കും. ഞാൻ മിർസ സാഹിബിന്റെ അടുത്ത് തന്നെ നിൽക്കും. എന്നെ കാദിയാനിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ ഇതിൽ നിന്നും ചാടി രക്ഷപ്പെടുന്നതാണ്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾ അവനെ തിരിച്ചു കൊണ്ടുവന്നു. ഹുസൂറിനെ വിവരമറിയിച്ചു. ഹുസൂർ പറഞ്ഞു, ഇവിടെ നിൽക്കട്ടെ, അവൻ ഇവിടെ വെച്ച് തന്നെ മരിക്കും. എന്നാൽ ഇവൻ കിടപ്പിൽ കിടന്ന് മരിക്കില്ല, നടന്നുകൊണ്ട് തന്നെ മരിക്കും. മരിക്കുന്ന ദിവസം അവൻ അങ്ങാടിയിൽ പോയി പാൽ കുടിച്ചു. വൈകുന്നേരം വീട്ടിൽ വന്ന് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, വിളക്ക് അണയാറായി. ഉമ്മ കരുതിയത് സന്ധ്യയായതുകൊണ്ട് വിളക്ക് കത്തിക്കാനായിരിക്കും പറയുന്നതെന്നാണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ ഇതാണ്. അവനും വിവരം ലഭിച്ചിരിക്കും. ഉമ്മ നിന്ന നിൽപ്പിൽ അവനെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. അതേ അവസ്ഥയിൽ അവൻ വഫാത്തായി. ഹദ്റത്ത് സാഹിബ് ജനാസ നമസ്കരിപ്പിച്ചു. അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. ജനാസ നമസ്കാരം വളരെ ദീർഘിപ്പിച്ചാണ് നമസ്കരിച്ചത്. ഞങ്ങൾ ക്ഷീണിച്ചു പോയി. ജനങ്ങൾ കരയുകയായിരുന്നു. ഹദ്റത്ത് മിയാ അബ്ദുൾ റസാഖ് സാഹിബ് വിവരിക്കുന്നു, ഞാൻ കേസിന്റെ വിധി കേൾക്കാൻ വളരെ താല്പര്യത്തോടുകൂടി ഹുസൂർ വരുന്നതിനും 2 ദിവസം മുമ്പേ ജഹലമിൽ എത്തി. ജഹലമിലെ പ്രസിദ്ധമായ കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വണ്ടി എത്തുന്നതിന് മുമ്പേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. ഞാൻ സ്റ്റേഷനിൽ കണ്ട കാഴ്ച ഇതായിരുന്നു.
10 അടി ഇടവിട്ട് പോലീസുകാർ നിൽക്കുന്നു. ജനങ്ങൾ മതിലിൽ കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ പോലീസ് അകത്ത് കടക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. വണ്ടി വരാനായപ്പോൾ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു. പോലീസിന് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ജനക്കൂട്ടം മതിൽ ചാടി കടന്ന് അകത്ത് പ്രവേശിച്ചു. ഹദ്റത്ത് സാഹിബ് വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ അഹമ്മദി സഹോദരങ്ങൾ പോലീസിന്റെ സഹായത്താൽ പുറത്തേക്ക് ഒരു വഴിയുണ്ടാക്കി. ഈ വഴിയിലൂടെ സിയാൽകോട്ടിലെ പ്രസിദ്ധ അഹമ്മദി ചൌധരി മൗലാബഖ് സാഹിബ് കടന്നുപോയി. വണ്ടിയുടെ അടുത്തുവരെ പോയി. അദ്ദേഹത്തിന് ശേഷം ഹദ്റത്ത് സാഹിബ് കടന്നുപോയി. കൂടെ തന്നെ അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദ് കാബൂൾ വാലയും മുഹമ്മദ് അഹ്സൻ സാഹിബും ഉണ്ടായിരുന്നു. അടച്ച വണ്ടിയായിരുന്നു. യാത്ര പുറപ്പെട്ടു. ജനക്കൂട്ടം കാരണം വണ്ടി വിടാൻ തന്നെ പ്രയാസമായി. ഗുലാം ഹൈദർ തഹസീൽദാർ അപ്പോൾ വളരെ സ്നേഹത്തോടെ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. പോലീസിനോട് വേണ്ട നടപടികൾ എടുക്കാൻ കൽപ്പിച്ചു. മറുഭാഗത്ത് ജനങ്ങളെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. വടിയും പിടിച്ച് ഗൗരവത്തോടെ അവിടെ ഇവിടെ കറങ്ങുന്നുണ്ടായിരുന്നു. ഉദൂർ താമസ സ്ഥലത്ത് സുരക്ഷിതമായി എത്തട്ടെ എന്നതായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ജഹലമി ബാഗ് കക്ഷത്ത് തിരുകി വണ്ടിയുടെ മുമ്പിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആവേശത്താൽ പറയുമായിരുന്നു, കീരിക്ക ഗർണരായണായ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹദ്റത്ത് സാഹിബ് താമസസ്ഥലത്തെത്തി. ഹദ്റത്ത് മിയ വസീർ മുഹമ്മദ് ഖാൻ സാഹിബ് വിവരിക്കുന്നു, ഞാൻ ഖാദിയാനിൽ വന്നപ്പോൾ എന്റെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് രോഗിയായി ഞാൻ ആരോഗ്യവാനുമായി. ആദ്യമൊക്കെ എനിക്ക് ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതും ദഹിക്കുമായിരുന്നില്ല. ഇവിടെ വന്ന് 2 റൊട്ടി ഒരു രാത്രി തന്നെ തിന്നും. അമൃത്സറിൽ പോയപ്പോൾ മുമ്പത്തെ അവസ്ഥ തന്നെ വീണ്ടും തുടങ്ങി. ഹദ്റത്ത് സാഹിബിനെ ആദ്യമായി കണ്ടപ്പോൾ മസ്ജിദ് മുബാറക്കിന്റെ അടുത്തുള്ള ചെറിയ റൂമിൽ വുളു ചെയ്യുകയായിരുന്നു. ഹദ്റത്ത് അഖ്ദസ് അകത്തേക്ക് വന്നു. ഹുസൂറിന്റെ മുഖം കണ്ട മാത്രയിൽ ഞാൻ അത്ഭുത സ്തബ്ധനായി. അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സത്യസന്ധനായ ദാസനെ കണ്ട് സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെയായി. ജുമാ ദിവസം മസ്ജിദ് അക്സയിൽ ഹദ്റത്ത് സാഹിബിന്റെ അടുത്ത് നിന്ന് നമസ്കരിച്ചു. അപ്പോൾ ഹദ്റത്ത് സാഹിബിന്റെ ശ്രദ്ധ എനിക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ കുറെ കരഞ്ഞു. ഒരു നോക്ക് എന്നെ നോക്കിയപ്പോൾ എന്നിൽ അത് സ്വാധീനിക്കുകയും ഞാൻ കുറെ കരയുകയും ചെയ്തു. നമസ്കാരത്തിന് മുമ്പും നമസ്കാരത്തിലും. സൂഫികളുടെ രീതിയിൽ ഇതിന് കുളി എന്നാണ് പറയുക. അസ്ർ സമയം ഉദൂറിനെ വീണ്ടും കണ്ടു. ഉദൂർ ചോദിച്ചു, എന്താണ് വിശേഷം? ഞാൻ പറഞ്ഞു, ഇപ്പോൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഖാദിയാനിൽ ആദ്യം വന്നപ്പോൾ ലങ്കർഖാനയൊന്നും ഉണ്ടായിരുന്നില്ല. ഹദ്റത്ത് സാഹിബിന്റെ വീട്ടിൽ നിന്ന് റൊട്ടിയും അച്ചാറും വരും. ഇന്ന് മോട്ടറുള്ള ആ റൂമിൽ ആയിരുന്നു അത്. അതിൽ പ്രസ്സും ഉണ്ടായിരുന്നു. അതിഥികളും അവിടെയാണ് താമസിച്ചിരുന്നത്. ഞാനും അവിടെയാണ് താമസിച്ചത്. അതിൽ ഡോക്ടർ ഗുലാം ഗോസ് സാഹിബ് വിവരിക്കുന്നു, മീർ മെഹദി ഹുസൈൻ വിവരിക്കുന്നു, ഒരിക്കൽ എന്നെ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഐസ് കൊണ്ടുവരാൻ അമൃത്സറിലേക്ക് അയച്ചു. വഴിയിൽ വണ്ടിയിൽ ഇരുന്ന് തല പുറത്തേക്കിട്ട് നോക്കിയപ്പോൾ എന്റെ തൊപ്പി കാറ്റത്ത് പറന്നുപോയി. അമൃത്സറിൽ നിന്നും ഐസ് വാങ്ങി തിരിച്ചു വന്നപ്പോൾ മീർ നാസിർ നവാബ് സാഹിബ് ചോദിച്ചു, താങ്കളെ ആരെങ്കിലും അടിച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല. ചോദിച്ചു, തലയിൽ തൊപ്പിയില്ലല്ലോ? തൊപ്പി വഴിക്ക് വെച്ച് പറന്നുപോയതാണ്. അദ്ദേഹം ഹദ്റത്ത് സാഹിബിനോട് ഇക്കാര്യം പറഞ്ഞു. ഹദ്റത്ത് സാഹിബ് പറഞ്ഞു, തൊപ്പി അദ്ദേഹത്തിന് നൽകുന്നതാണ്. എന്നാൽ ഞാൻ അത് ചോദിച്ചില്ല. 1-2 അണയുടെ തൊപ്പി വാങ്ങി അത് തലയിൽ വെച്ചു. 6 മാസത്തിന് ശേഷം ഹദ്റത്ത് സാഹിബ് ഒരു തൊപ്പിയും അൽപാക്കയുടെ ഒരു കോട്ടും ഒരു ഷൂവും എനിക്ക് നൽകി. അൽപാക്ക എന്നത് സൗത്ത് അമേരിക്കയിലുള്ള ഒരു മൃഗമാണ്. അതിന്റെ രോമം കൊണ്ട് വളരെ നല്ല കോട്ട് ഉണ്ടാക്കാറുണ്ട്. അതിന്റെ കോട്ടാണ് നൽകിയത്. ചെരുപ്പ് നൽകി. കോട്ട് ഞാനിട്ടു. അത് കുറച്ചു കഴിഞ്ഞ് കീറിപ്പോയി. തൊപ്പി തലയിൽ വെച്ചു. ഷൂ എന്റെ ഉപ്പാക്ക് നൽകി. വഴിയിൽ ഡെപ്യൂട്ടി റേഞ്ചർ എന്നോട് പറഞ്ഞു, മീർ സാഹിബ്, താങ്കളുടെ തൊപ്പി പഴകിയിട്ടുണ്ട്. ഞാൻ അമൃത്സറിൽ നിന്നും ഒരു തൊപ്പി വാങ്ങിത്തരാം. ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള തൊപ്പി എവിടെ നിന്ന് കിട്ടാൻ? ഭൂമിയിലോ ആകാശത്തോ എവിടെയും ലഭിക്കില്ല.
അദ്ദേഹം ചോദിച്ചു, അതെന്താണ്? ഇത് പരിശുദ്ധ മസീഹ് 2 വർഷം ഉപയോഗിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, ശരി. അദ്ദേഹം സൽപ്രകൃതക്കാരനായിരുന്നു. അദ്ദേഹം പിന്നീട് ഹുസൂറിന്റെ ശിഷ്യനായി മാറി. ഹദ്രത്ത് മൗലവി അസീസുദ്ദീൻ സാഹിബ് വിവരിക്കുന്നു, എനിക്ക് ഹദ്രത്ത് സാഹിബിന്റെ മുലാഖാത്ത് നടത്താനുള്ള അവസരം ലഭിച്ചപ്പോഴെല്ലാം 50, 60, 70 പ്രാവശ്യം ലഭിച്ചിരിക്കും. ഹുസൂറിന്റെ അടുത്തെത്തിയാൽ എന്റെ തലപ്പാവ് അഴിച്ച് ഹുസൂറിന്റെ മുമ്പിൽ വെക്കും. ഹുസൂറിന്റെ 2 കൈയും കൊണ്ട് എന്റെ തലയിൽ വെപ്പിക്കും. ഞാൻ കൈവിടാതെ ഒരിക്കലും കൈ വലിക്കുമായിരുന്നില്ല. ഇത് കാരണം 81 വയസ്സായ എനിക്ക് ഇതുവരെ ഒരു രോഗവും ഉണ്ടായിട്ടില്ല. കാദിയാനിൽ വെച്ച് 1-2 നിസ്സാരമായ മുറിവുകൾ പറ്റിയിട്ടുണ്ടെന്ന് മാത്രം. അത് ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിവരിക്കുന്നു, ഹദ്രത്ത് അഖ്ദസ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദ് മുബാറക്കിൽ നമസ്കാരത്തിന് ശേഷം ഇരിക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷിക്കുമായിരുന്നു. കാരണം മഅരിഫത്തിന്റെ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിന്റെ പീയൂഷം നുകരാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് ഞങ്ങൾ കരുതി. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കറകൾ നീക്കപ്പെടുന്നതാണ്. ചെറിയവരും വലിയവരും എല്ലാം തന്നെ സശ്രദ്ധം തങ്ങളുടെ പ്രിയതമന്റെ തിരുവായിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. ഹുസൂർ എന്തൊന്നാണോ വിവരിക്കുന്നത് അത് ശ്രദ്ധാപൂർവം കേൾക്കാൻ ശ്രമിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രേമികളുടെ അവസ്ഥ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഞങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചിട്ടില്ല. ഹദ്രത്ത് അഖ്ദസ് തന്റെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്നും ഒരിക്കലും വിട്ടുനിന്നിട്ടില്ല, തടയാറുമുണ്ടായിരുന്നില്ല. സ്വകാര്യം പറയുന്നതായി ഞാൻ ഒരിക്കലും കണ്ടിട്ടുമില്ല. ബദറുദ്ദീൻ അഹമ്മദ് സാഹിബ്, പ്രസിഡന്റ് ജമാഅത്ത് അഹമ്മദിയ, കറാച്ചി. ഹദ്രത്ത് സറായ ബീബി സാഹിബ അക്ബി മുഹമ്മദ് സാഹിബിന്റെ മകൾ. ഇദ്ദേഹം അബ്ദുൽ ലത്തീഫ് സാഹിബ് ഷഹീദിന്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. റിവായത്ത് കേൾപ്പിക്കുന്നു. കുട്ടികളിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോടുള്ള സ്നേഹമാണ് ഇവിടെ വിവരിക്കുന്നത്. ഒരിക്കൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തോട്ടത്തിൽ മാവിന്റെ ചുവട്ടിലുള്ള വഴിയിലൂടെ നടക്കുകയായിരുന്നു. ജനാബ് സുൽത്താൻ അഹമ്മദ് സാഹിബിന്റെ തോട്ടത്തിലേക്ക് തുറക്കുന്ന ആ വാതിലിന്റെ അടുത്തെത്തി. ഞാനും ഹുസൂറിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. നടക്കുകയായിരുന്നു തോട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഹുസൂറിന്റെ പിന്നാലെ ഞാനും നടന്നു. ഹുസൂറിന്റെ കാലടികൾ പതിയുന്ന സ്ഥലത്ത് ഞാനും എന്റെ കാൽ വെക്കുമായിരുന്നു. ഹുസൂറിനോടുള്ള സ്നേഹം കാരണമായിട്ട്. കാരണം ഇങ്ങനെയുള്ളത് കൊണ്ട് ബർക്കത്ത് ലഭിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്റെ ശബ്ദം കേട്ട് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ നോക്കി, എന്നിട്ട് നടന്നുകൊണ്ടിരുന്നു. ഹദ്രത്ത് മിയാ മുഹമ്മദ് സുഹൂറുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും ജൽസ കഴിഞ്ഞ് 2ാമത്തെ ദിവസം തന്നെ കൂട്ടുകാരോടൊപ്പം തിരിച്ച് വീട്ടിലെത്തി. 2-4 മാസങ്ങൾക്ക് ശേഷം ഹദ്രത്ത് സാഹിബ് ലാഹോറിൽ വെച്ച് വഫാത്തായിരിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞു. എന്റെ ഭാര്യ പിതാവ് ഖാസി സൈനുൽ ആബിദീൻ സാഹിബ് ഈ വാർത്ത കേട്ടപ്പോൾ സമനില തെറ്റിയവനെ പോലെയായി. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു. ഇതേ അവസ്ഥയിൽ സർഹദ് സ്റ്റേഷനിൽ എത്തി. അവിടെയുള്ള ഉമൂർ അഹമ്മദ് സാഹിബിനോട് ഖാസി സാഹിബ് പറഞ്ഞു, താങ്കൾ ലാഹോറിൽ ഒരു കമ്പി സന്ദേശം അയച്ച് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി എന്ന വാർത്ത ശരിയാണോ എന്ന് അന്വേഷിച്ചാലും. ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ട് പല അനഹമ്മദികളും ഞങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഞങ്ങളുടെ പിന്നാലെ കൂടി ഓരോരുത്തർക്കും തോന്നുന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ ദുഃഖപരവശരായിക്കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അനാമതികൾ വളരെ ദൂരം വരെ പരിഹസിച്ചുകൊണ്ട് ഞങ്ങളെ പിന്നിൽ തുടർന്നു, എന്നിട്ട് തിരിച്ചുപോയി. ഈ സംഭവം അഹമ്മദിയ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതിനിധിയായി ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവൽ മൗലാന നൂറുദ്ദീൻ സാഹിബ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഞങ്ങളെല്ലാവരും ബയ്യത്തിന്റെ കത്ത് എഴുതി അയച്ചു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം നടന്ന ആദ്യ ജൽസയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദ്യം നിന്നും ഇരുന്നും കണ്ട സ്ഥലം
ഒഴിഞ്ഞുകിടക്കുന്നത് കണ്ടപ്പോൾ ഹൃദയം നിയന്ത്രണത്തിൽ നിന്നും വിട്ടുപോകുമായിരുന്നു. കണ്ണുകൾ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരുന്നു. ഈ ജൽസ മദ്രസ അഹമ്മദിയുടെ അങ്കണത്തിലാണ് നടന്നിരുന്നത്. ഇന്നത്തെ ജൽസ വെച്ച് നോക്കുമ്പോൾ അത് ചെറിയൊരു ജൽസ. ഇതിൽ ഖാജ കമാലുദ്ദീൻ സാഹിബ്, മിർസ യക്കൂബ് ബേഗ് സാഹിബ്, മൗലവി സദറുദ്ദീൻ സാഹിബ്, മൗലവി മുഹമ്മദ് അലി സാഹിബ് എന്നിവർ മുൻനിരയിലുണ്ടായിരുന്നു. എല്ലാവരുടെയും ദൃഷ്ടികൾ അവരിലേക്ക് ചെന്നു പതിച്ചുകൊണ്ടിരുന്നു. അവരല്ലാതെ കഴിവുള്ളവരായി മറ്റാരെയും കണ്ടിരുന്നില്ല. ഇവരായിരുന്നു സംഘാടകർ. ജൽസയുടെ പ്രാരംഭത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടു. പിന്നീട് ഒരു നസം ബറാദരം മുൻഷി സിറാജുദ്ദീൻ സാഹിബ് തിരുനബിയുടെ മദഹിൽ പാടി. പിന്നീട് മറ്റൊരു നസം കേൾപ്പിച്ചു. അതിനുശേഷം ഹസ്രത്ത് മിർസ മഹ്മൂദ് അഹമ്മദ് സാഹിബ് പ്രസംഗിച്ചു. ഖലീഫത്തുൽ മസീഹ് സാനി, ഖലീഫ അവലിന്റെ കാലത്തുള്ള സംഭവമാണ്. അദ്ദേഹം മസീഹ് അലൈഹി സ്വലാത്തു വഫാത്തിന് ശേഷമുള്ള ആദ്യത്തെ ജലസ. അദ്ദേഹം പ്രസംഗിച്ചു. അതിൽ അദ്ദേഹം ഇപ്രകാരം വിവരിച്ചു: ഫിർഔന്റെ അക്രമം സഹിക്കവയ്യാതെ ബനി ഇസ്രായേലുകളുടെ കണ്ണീർ ഒഴുകിയത് കാരണം ആ കണ്ണീർ ഒഴുകി നദിയായി മാറി അത് ഫിർഔനെ മുക്കുകയുണ്ടായി. പ്രയാസം അനുഭവിക്കുമ്പോൾ പുറപ്പെടുന്ന കണ്ണുനീർ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പാകിസ്ഥാനിലെ ജമാഅത്തുകൾ ഇങ്ങനെയുള്ള കണ്ണുനീരുകളാണ് പൊഴിക്കേണ്ടത് എന്ന് ഓർമ്മിക്കുക. ഹുസൂർ ഈ പ്രസംഗം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ശ്രോതാക്കൾ ഇത് കേട്ട് ആത്മനിർവൃതിയിൽ ആണ്ടുപോയി. ഈ പ്രസംഗം അവസാനിച്ചപ്പോൾ അമീറുൽ മോമിനിൻ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ പറയുകയുണ്ടായി: മിയാ മഹ്മൂദ് അഹമ്മദ് സാഹിബ് പ്രസംഗിച്ച ഈ വിഷയം എന്റെ ചിന്തയിൽ പോലും മുമ്പ് വന്നിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഖലീഫത്തുൽ മസീഹ് സാനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ ദുആ ചെയ്യുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, മിയാ സാഹിബിനെ ദുർനോട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്താനായി ദുആ ചെയ്യുക. ഹദ്റത്ത് ഷെയ്ഖ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് വിവരിക്കുന്നു: ഞാൻ മസ്ജിദ് മുബാറക്കിൽ പോയി നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ മാധുര്യവും ദൈവഭയവും ഉണ്ടാകുന്നു. അത് കാരണം ഹൃദയം ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കവിയുന്നു. എന്റെ സുഹൃത്തുക്കളെ, എന്നാൽ ആ ദൈവപ്രകാശ ദർശനം സാധിക്കാത്തത് കാരണം ഹൃദയം അസ്വസ്ഥമാകുന്നു. ആ ദിനങ്ങൾ ഓർത്ത് ഹൃദയം നോവുന്നു. അല്ലാ ആ ദൈവിക പ്രകാശത്തെ കണ്ട് ഹൃദയം സംതൃപ്തി അടയുമായിരുന്നു. ഹദ്റത്ത് അഖ്ദസിന്റെ പവിത്രവും പ്രകാശിതവുമായ മുഖം ദർശിക്കുമ്പോൾ എല്ലാ ദുഃഖവും പമ്പ കടക്കും. ഒരു പരാതിയോ പരിഭവമോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. നാം ഇപ്പോൾ ജന്നത്തിലാണെന്ന അനുഭൂതിയായിരിക്കും ഉണ്ടാവുക. അദ്ദേഹത്തെ കണ്ട് ഒരിക്കലും ഞങ്ങളുടെ കണ്ണുകൾ ക്ഷീണിച്ചിരുന്നില്ല. ആ മുഖകമലം അത്രയും പവിത്രവും പ്രൗഢവുമായിരുന്നു. യുവാക്കളായ ഞങ്ങൾ 5 നേരം നമസ്കാരവും വളരെ ആവേശത്തോടെയാണ് അനുഷ്ഠിച്ചിരുന്നത്. ഒരു നമസ്കാരം കഴിഞ്ഞ ശേഷം അടുത്ത നമസ്കാരം ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വലതുഭാഗത്ത് ഞങ്ങൾക്ക് ഇടം ലഭിക്കാനായി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. യുവാക്കളായ ഞങ്ങൾ പരിശ്രമിച്ചിരുന്നത് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് തന്നെ സ്ഥലം ലഭിക്കണമെന്നായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് നമസ്കരിക്കാനായി ഞങ്ങൾ ശ്രമിച്ചിരുന്നു. എഴുതുന്നു: അല്ലാ എന്തുമാത്രം പരിശുദ്ധമായ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ സാമീപ്യവും സായുജ്യവും ഞങ്ങളെ സൃഷ്ടികളിൽ നിന്നും സ്വതന്ത്രരാക്കി മറ്റുള്ളവരോടുള്ള സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ചു. സർവേശ്വരന്റെ സവിധം ഞങ്ങളെ എത്തിച്ചു. അല്ലാഹു തആല നമുക്കും അദ്ദേഹത്തിന് ചെയ്ത ബയ്യത്തിന്റെ കടമകൾ പാലിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള സാഹോദര്യവും ബന്ധവും സ്നേഹവും ശക്തിപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. ഈ ബന്ധം മുഖേന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിപൂർണമായും പിൻപറ്റി അള്ളാഹുവിന്റെ സ്നേഹത്തെ കരസ്ഥമാക്കുന്നവരാക്കി നാം മാറട്ടെ. ജുമാ നമസ്കാരത്തിന് ശേഷം 2 ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. രണ്ടും ഖാദിയാനിലെ സ്ത്രീകളുടെ ജനാസയാണ്.
पहला जनाजा जो है ഒന്നാമത്തെ ജനാസ റഷീദ ബീഗം സാഹിബയുടേതാണ്. മിസ്ത്രി മുഹമ്മദ്ദീൻ സാഹിബ് ദർവേഷ് കാദിയാന്റെ ഭാര്യയാണ് ഇവര്. 4 मई को उनकी वफात हुई है। 85 വയസ്സിൽ മെയ് 4 വഫാത്തായത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മിയാ ഫതഹുദ്ദീൻ സാഹിബ് റളിയല്ലാഹു തആല അൻഹു സഹാബി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകളായിരുന്നു. और उस मसीह अलैहि सलाम के खानदान में ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽ അറിയപ്പെട്ടിരുന്ന ഉമ്മ ആയിഷയുടെ സഹോദരി പുത്രിയായിരുന്നു. ഉമ്മ ആയിഷയെ അമ്മാജാൻ പോറ്റുമകളായി വളർത്തിയിരുന്നു. बनाया हुआ था तो आयशा को उनकी भांजी थी। റഷീദ ബീഗം സാഹിബക്ക് കാദിയാനിലെ സാഹിബ്സാദ മിർസ വസീം അഹമ്മദ് സാഹിബിന്റെ ഭാര്യയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. തന്റെ ഭർത്താവിന്റെ കൂടെ ദുരിതപൂർണമായ ദർവേഷ് കാലഘട്ടം അവർ അവിടെ കഴിച്ചുകൂട്ടുകയുണ്ടായി. എല്ലാം സന്തോഷത്തോടെയാണ് കഴിച്ചുകൂട്ടിയത്. 1944 വസിയത്ത് ചെയ്തു. 6 വർഷം വരെ സദർ ലജ്ന ഇമായില്ല ഭാരതായി സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു. 6 साल तक അവർക്ക് 4 ആൺകുട്ടികളാണുള്ളത്. खिदमत की तौफीक पाई। മൂത്ത മകൻ മൗലാന ഹമീദുദ്ദീൻ ഷംസ് മർഹൂം മുബല്ലി സിൽസിലയായിരുന്നു. 47 അവരുടെ കാലത്ത് തന്നെ വഫാത്തായി. രണ്ടാമത്തെ മകൻ വഹീദുദ്ദീൻ സാഹിബ് വഖഫെ സിന്ദഗിയാണ്. ഇതേപോലെ റഷീദുദ്ദീൻ സാഹിബ് എന്ന മകൻ സദർ ഉമൂമിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. നസീറുദ്ദീൻ സാഹിബും ഇവരുടെ മകനാണ്. അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. ഇവരുടെ മരുമക്കളിൽ അബ്ദുൽ നക്കി സാഹിബ് ഭാഗൽപൂർ സോണിലെ അമീറാണ്. नकी साहब भागलपुर के जोन के അബ്ദുൾ റഫീ സാഹിബ് ഉമൂറ ആമ വകുപ്പിൽ പ്രവർത്തിക്കുന്നു. साहब मुरामा में പരേത നമസ്കാരത്തിലും നോമ്പിലും കൃത്യതയുള്ളവരും നിത്യവും തഹജ്ജുദ്, വിശുദ്ധ ഖുർആൻ പാരായണം എന്നിവ കൃത്യമായി അനുഷ്ഠിച്ചിരുന്ന ആളുമായിരുന്നു. കാല റഷീദ എന്ന പേരിലാണ് കാദിയാനിൽ അറിയപ്പെട്ടിരുന്നത്. खाला रशीदा के नाम से मारूफ ये മീർസ വസീം അഹമ്മദ് സാഹിബിന്റെ ബീഗത്തിന്റെ കൂടെ എല്ലാ വീടുകളിലും സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ പോകുമായിരുന്നു. മിയാ വസീം അഹമ്മദ് സാഹിബിന്റെ ചെറിയ മകൾ എനിക്ക് ഇപ്രകാരം എഴുതുന്നു: ഇവർ സരളമായ ജീവിതമാണ് നയിച്ചിരുന്നത്. ഭർത്താവിന് പെൻഷൻ പറ്റിയപ്പോൾ तमाम जिंदगी गुजारी। इनके खामन ने जब रिटायरमेंट हुई പ്രൊവിഡന്റ് ഫണ്ടും മറ്റുമായി കുറച്ച് പണം അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. वगैरह की होती वो मिली। അദ്ദേഹം മനസ്സിൽ കരുതി, എന്റെ ഭാര്യയ്ക്ക് ഇതുവരെ എനിക്കൊരു ആഭരണമൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് വളകൾ ഉണ്ടാക്കി കൊടുത്തു, സ്വർണത്തിന്റെ കുറച്ച് ആഭരണങ്ങൾ ഉണ്ടാക്കി നൽകി. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല പുതിയ മർക്കസുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് ആഹ്വാനം ചെയ്തപ്പോൾ അവർ ആ ആഭരണങ്ങൾ കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് മിർസ വസീം അഹമ്മദ് സാഹിബിന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ജീവിതകാലം മുഴുവനും ഇതുവരെ ഒന്നും അണിഞ്ഞിട്ടില്ല. ഇനി അണിഞ്ഞിട്ട് എന്ത് നേട്ടമാണുള്ളത്? ഇത് വെച്ചാലും ഈ പദ്ധതിക്ക് വേണ്ടി വരുന്ന ആഭരണങ്ങളെല്ലാം इंतजाम था ജമാഅത്ത് ഏൽപ്പിച്ചിരുന്നത് ഇവരുടെ ഭർത്താവിനെയായിരുന്നു. അവർ തന്റെ ഭാര്യയുടെ ആഭരണം അതിൽ കണ്ടപ്പോൾ അധികാരികളോട് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പണം നൽകി അത് വാങ്ങി. എന്നിട്ട് ഭാര്യയ്ക്ക് വീണ്ടും നൽകി. उनके पास थी। കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി തആല മറ്റൊരു പദ്ധതിക്ക് ആഹ്വാനം ചെയ്തപ്പോൾ അവർ ആ ആഭരണവും വീണ്ടും അതിനായി നൽകി. ആ സമയത്ത് അത് തിരിച്ചെടുക്കാൻ ഭർത്താവിന്റെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായിരുന്നാലും ജീവിതം മുഴുവനും എനിക്ക് സ്വർണം ധരിക്കാൻ കഴിഞ്ഞില്ല, ഇനി ധരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ശരിയായി എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകി. पहनूंगी अल्लाह की राह में दे दिया। രണ്ടാമത്തെ ജനാസ നസറുന്നിസ സാഹിബയുടേതാണ്. മുഹമ്മദ് സൈഫ് ഖാൻ സാഹിബ് ഇന്ത്യയുടെ ഭാര്യയാണ് ഇവർ. एहलिया मुकरम मोहम्मद सैफ खान साहब മെയ് 9 75 വയസ്സിൽ വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 75 साल की 1962 इवരുടെ ഭർത്താവ് അഹമ്മദിയത്ത് സ്വീകരിച്ചു. മുഖ്ലിസായിരുന്നു. എതിർപ്പുകൾ ഉണ്ടായിട്ടും അഹമ്മദിയത്തിൽ ഉറച്ചു നിന്നു. मुखालफत के बावजूद നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചിരുന്നു. अहमदियत पर സമ്പർക്കപ്രിയയായിരുന്നു. ദരിദ്രരെ സംരക്ഷിച്ചു പോന്നിരുന്നു. സരള ജീവിതമാണ് നയിച്ചിരുന്നത്. जिंदगी गुजारी। ഒരു ഡസനിലധികം യത്തീമുകളെയും
നിരാശ്രയരെയും പരിപാലിച്ചു. കേന്ദ്ര പ്രതിനിധികളെ വളരെയധികം ആദരിച്ചിരുന്നു. മുസിയയായിരുന്നു. ബേഷ്തി മക്കുറ കാദിയാനിൽ മറവ് ചെയ്തു. 3 ആൺകുട്ടികളുണ്ട്. ജമാഅത്തിന്റെ സേവകരും വഖഫ് സിന്ദഗികളുമാണ്. മൂത്തപുത്രൻ നസീം ഖാൻ സാഹിബ് കാദിയാനിൽ നാസിർ ഉമൂറെ ആമയാണ്. രണ്ടാമത്തെ മകൻ കലീം ഖാൻ സാഹിബ് മുബല്ലിഗാണ്. വസീം ഖാൻ സാഹിബ് ഇവരെല്ലാം വഖഫ് സിന്ദഗികളാണ്. അള്ളാഹു വഫാത്തായ ഇരുവരുടെയും പദവികൾ ഉയർത്തട്ടെ. ഇവരുടെ മക്കൾക്കും ഇവരുടെ കാൽപ്പാടുകളെ പിന്തുടരാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. और इनके नस्लों को भी इनके नक्शे कदम पर चलने की तौफीक अता फरमाए। हमेशा वफा का ताल्लुक और इखलास का ताल्लुक रहे। अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.